ഹലോ ഗായ്സ്, വെൽക്കം ടു MS സൊല്യൂഷൻ. മക്കളെ, നമ്മൾ ഇന്ന് വെറും 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് മാനവികത എന്നാണ്. മാനവികത എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യത്വം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും നമുക്ക് ചാപ്റ്ററിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ ആണല്ലോ? നമുക്കറിയാം, കാലഘട്ടം നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും: പ്രാചീന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം, ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് എന്താവുക, കാലങ്ങളെ തരംതിരിക്കാൻ കഴിയുക, കാലഘട്ടങ്ങളെ. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു ഫ്യൂഡലിസം. ഈ ഫ്യൂഡലിസ്റ്റുകൾക്ക് ജനങ്ങൾക്ക് ഒരു അവകാശം കൊടുത്തില്ല. മാത്രമല്ല, അവരെ ഏകാധിപതികളെ പോലെയായിരുന്നു. യുക്തിചിന്ത പോലും ജനങ്ങൾക്ക് എന്തായി നിഷേധിച്ചു. അതായത് റേഷണാലിസം വരെ ജനങ്ങൾക്ക് എന്തായി നിഷേധിച്ച ഒരു വിഭാഗമായിരുന്നു ഫ്യൂഡലിസ്റ്റുകൾ. ഇതുള്ള കാലഘട്ടമാണ് മക്കളെ മധ്യകാലഘട്ടം, മിഡീവൽ പീരിയഡ്. പക്ഷേ ഈ മധ്യകാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് തിങ്കേഴ്സിന്റെ, പ്രത്യേകിച്ച് റോജർ ബെക്കോണിനെ പോലുള്ള ഒരുപാട് നല്ല നല്ല ചിന്തകന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് മിഡീവൽ പീരിയഡ് നിന്ന് മോഡേൺ പീരിയഡ്ക്ക് മാറിയപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അവിടെ റിനൈസൻസ് എന്നൊരു ആശയം ഉദിച്ചു വരികയാണ്. നവോത്ഥാനം ഉണ്ടായപ്പോഴോ അവിടെ യുക്തിചിന്തക്ക് എന്ത് കിട്ടി, പ്രാധാന്യം കിട്ടി. പണ്ട് റേഷണാലിസം എന്തായിട്ടുണ്ടായിരുന്നു, നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവോത്ഥാനം ഉണ്ടായപ്പോൾ മാറ്റം വരണം. അപ്പൊ എന്താണ് നവോത്ഥാനം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. വാട്ട് ഈസ് റിനൈസൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചേഞ്ചസ് ഫ്രം മിഡീവൽ പീരിയഡ് ടു മോഡേൺ പീരിയഡ്. അതായത് മക്കളെ, മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിനൈസൻസ്. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളിൽ റിനൈസൻസ് എന്തായിട്ടുണ്ട്, ഒരുപാട് മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്തായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടായി. നമുക്കറിയാം, റിനൈസൻസ് എമേർജ്ഡ് ഇൻ ഇറ്റലി. അതിന് ഒരുപാട് കാര്യങ്ങൾ എന്താവുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. കിട്ടിയോ? ഒന്ന് അവിടുത്തെ നഗരങ്ങളെ പ്രത്യേകത, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കുക എന്തുകൊണ്ടാണ് ഇറ്റാലിയിലെ സിറ്റീസിന് ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവാനുള്ള കാരണം. ആദ്യം നമ്മൾ പഠിക്കുന്നു നോളജ് ഓഫ് ട്രേഡേഴ്സ്, വ്യാപാരികളുടെ അറിവാണ്. എന്താ വ്യാപാരികൾക്ക് ഇത്രമാത്രം അറിവുണ്ടാവുന്നത്? ഇറ്റലിയിലെ വ്യാപാരികൾക്ക് മക്കളെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലാണ് അറിവുണ്ടായിരുന്നത്. ഒന്ന് ബാങ്കിങ്, ഇൻഷുറൻസ്, ബുക്ക് കീപ്പിംഗ്. ദേ ഹാവ് വെൽ അവെയർ ഓർ നോളജ് അബൌട്ട് ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ബാങ്കിനെ കുറിച്ചും ഇൻഷുറിനെ കുറിച്ചും ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചൊക്കെ അവിടെയുള്ള വ്യാപാരികൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും എന്തായി, ബാങ്ക് പരമായിട്ടും ഇൻഷുർ പരമായിട്ടൊക്കെ എന്തായി ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായിരുന്നു കൊമേഴ്ഷ്യലൈസേഷൻ. കിട്ടിയോ? അതേപോലെ ക്രൂസൈഡ്സ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയണം. നമുക്ക് ആദ്യം എന്താവാ, നമ്മൾ ഈ പറഞ്ഞത് രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് മക്കളെ വാണിജ്യവൽക്കരണം. എങ്ങനെയാണ് വാണിജ്യവൽക്കരണം ഇറ്റലിയിൽ നവോത്ഥാനം ഉണ്ടാവാൻ സഹായിച്ചത്? രണ്ടാമത്തെ ഭാഗം കേട്ടോ. ഇവിടെ വാണിജ്യവൽക്കരണം ഉണ്ടായപ്പോൾ വ്യാപാരികളൊക്കെ ഇഷ്ടം പോലെ ട്രേഡ് നടത്താൻ തുടങ്ങി. കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ടായപ്പോൾ അങ്ങനെ ട്രേഡിലൂടെ സെവറൽ വെൽത്തി ഫാമിലീസ് എമേർജ്ഡ് ഇൻ ഇറ്റലി. ഒരുപാട് എന്തായി, സമ്പന്ന കുടുംബങ്ങളിൽ ഇറ്റലിയിൽ ഉയർന്നു വന്നു. അങ്ങനെ വന്ന സമ്പന്ന കുടുംബങ്ങൾ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. മെഡിച്ചി ഉണ്ട്, ഫർണിസി ഉണ്ട്, വിസ്കോന്തി ഉണ്ട്, ഒർസിനി ഉണ്ട്. നമ്മളിത് എങ്ങനെ പഠിക്കാറിയോ? മെഡിച്ചി നമ്മൾ പല രീതിയിലും പറയില്ലേ. നമ്മളെ നാട്ടിൽ മടിയത്തി എന്നൊക്കെ പറയില്ലേ. അവിടെ എത്തുമ്പോൾ അത് മെഡിച്ചി എന്ന് കൂട്ടിക്കോളി, അല്ലെ? മെഡിച്ചിയായ ഫർസാന. എന്താണ് മെഡിച്ചിയായ ഫർസാന? എന്തായി, വിക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുക പോകുന്നത് മക്കളെ ഒറീസിക്ക്. അപ്പൊ മെഡിച്ചി എന്ന് പറഞ്ഞാൽ, മെഡിച്ചിയായ ഫർസാന എന്ന് പറഞ്ഞാൽ മെഡിച്ചി പെട്ടു, ഫർസാനന്റെ സന എന്നുള്ളത് സിനി എന്നാക്കുക. കിട്ടിയോ? അപ്പൊ ഫർണിസി എന്ന് നമുക്ക് കിട്ടും വിക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതായത് വിസ്കോന്തി, വിസ്ക് കൊണ്ടുവരാം, അല്ലെ? വിസ്കോന്തി എവിടുക്ക പോയത്? ഒറീസിക്ക്, ഓർസിനി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തായി മനസ്സിലായി, അല്ലെ? പക്ഷെ ഇത് ഉണ്ടായ നഗരങ്ങൾ ഏതാണ്? മെഡിച്ചി എന്ന് പറയുന്ന സമ്പന്ന കുടുംബമുള്ള നഗരം ഫ്ലോറൻസ്. അങ്ങനെ പഠിക്കുക. മടിയന്മാർക്ക് ഭയങ്കര ഫ്ലോ ആയിക്കാരം പണിയെടുക്കാം, പക്ഷെ ഒരു പണിയെടുക്കുവോ? അത് ഉണ്ടാവില്ല. അപ്പൊ ഫ്ലോറൻസ്. കിട്ടിയോ? ഫർസാന എന്ന് പറയുന്ന കുട്ടി ഉണ്ടല്ലോ, അവൾ എല്ലാ ആളുകൾക്കും ഒരു പാരയെന്ന്. കിട്ടിയോ? അപ്പൊ അതാണ് പാർമ. കിട്ടിയോ? ഇതേപോലെ വിസ്കോന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, വിസ്ക് കൊണ്ടുവരാൻ പോയി, അല്ലെ? എവിടുക്ക പോയത് നോക്കിക്കോ, മിലാൻക പോയത്. എങ്ങനെ മനസ്സിലാവാ? വിസ്ക് ആരടുത്ത ഉണ്ടായിരുന്നത്? മിലൂന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഉണ്ടോ, വിക്സ് മിലൂന്റെ അടുത്ത്. അപ്പൊ നമുക്ക് കിട്ടി വിസ്കോന്തി എന്നുള്ളത് ഉണ്ടായത് മിലാനിലാണ്, അല്ലെ? ഇതേപോലെ ഓർസിനി, നാപ്പിൾസ്, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഒറീസന്റെ മേലെ, അല്ലെ, നേരെ മേലെ കാണുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ, അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറ്റും, ലിങ്ക് ചെയ്യാം. അപ്പൊ കൊമേഴ്ഷ്യലൈസേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി മക്കളെ നമ്മൾ പഠിക്കുന്നു ക്രൂസൈഡ്സ് എങ്ങനെയാണ് റിനൈസൻസിന് കാരണമായത്. നമുക്കറിയാം, കുരിശുയുദ്ധം ഇസ്ലാമിക് പീപ്പിളും ക്രിസ്ത്യാനിക് പീപ്പിളും തമ്മിൽ ഉണ്ടായതാ. ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിലാണ്. അതായത് ഏഷ്യയുടെ ഏത് ഭാഗത്തുള്ളത് മക്കളെ? നോർത്ത് ഭാഗത്താണ്, കിഴക്ക് ഭാഗത്തുള്ളത്. അങ്ങനെ ക്രിസ്തു മതത്തിൽ യൂറോപ്പിന്റെ ഒരു ഭാഗത്താണ്, അല്ലെ? അതായത് നമ്മൾ പശ്ചിമ ഭാഗം എന്ന് പറയും, അല്ലെങ്കിൽ പടിഞ്ഞാറ്, അല്ലെ? വെസ്റ്റേൺ ഭാഗം എന്ന് പറയും, അല്ലെ?
പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ പറയും. അതായത് വെസ്റ്റ് ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കിഴക്കും പടിഞ്ഞാറും തമ്മിലാണ് ഏത് യുദ്ധം ഉണ്ടായിട്ടുള്ളത്? ക്രൂസാഡ്സ്, കുരിശ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഇസ്ലാമിക് പീപ്പിളും ക്രിസ്ത്യൻ പീപ്പിളും തമ്മിൽ കുരിശ് യുദ്ധം ഉണ്ടായപ്പോൾ അതിൽ കൂടെ ഇസ്ലാമിക് എംപയറും ഇസ്ലാമിക് എംപയറും ബൈസന്റൈൻ എംപയറും തമ്മിലൊക്കെ ഒരു ട്രേഡ് കോൺട്രാക്ട്, നമ്മളതിന് പറയും വ്യാപാര കരാറുകളൊക്കെ ഉണ്ടായി. ഇങ്ങനെയുള്ള ഈ വ്യാപാര കരാറുകളൊക്കെ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. നോക്കണം കേട്ടോ. ഈ കിഴക്കും പടിഞ്ഞാറും യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യാപാരവാദം ഉണ്ടായി. അങ്ങനെ എന്തായി അറിയോ? പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇറ്റലി എന്തായി? ഏഷ്യയുടെ കിഴക്ക് ഭാഗത്തെത്തിയിട്ട് കച്ചവടം നടത്താൻ തുടങ്ങി. അതിലൂടെ ഇഷ്ടം പോലെ സമ്പത്ത് ആർക്ക് കിട്ടി? ഇറ്റലിക്ക് കിട്ടി. ഇതേപോലെ ഈ പറയപ്പെട്ട റിനൈസൻസ്, നവോത്ഥാനം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് പ്ലാഗ് ഉണ്ടായപ്പോൾ എന്തായി? ഇഷ്ടം പോലെ ഒരുപാട് ജനങ്ങൾ മരണപ്പെടുകയാണ്. സെവറൽ വർക്കേഴ്സ് were died. ഒരുപാട് തൊഴിലാളികളൊക്കെ എന്താവുന്നു? മരണപ്പെടുന്നു. അപ്പോൾ അവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ടാവുന്നു. നമുക്കറിയാം ഇറ്റലി ഏറ്റവും സമ്പന്നമായ വിഭാഗം ഫ്യൂഡലിസ്റ്റുകളാണ് അല്ലേ? അതോടൊപ്പം അവർക്ക് അത്രയും പവർ ഉള്ളത്. അപ്പോൾ ഈ ഫ്യൂഡലിസ്റ്റുകളൊക്കെ മെയിൻ ബാക്ക് നട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വർക്കേഴ്സിന്റെ ലേബർ ഷോർട്ടേജ് ഉണ്ടാവുകയാണ്. ലേബർ ഷോർട്ടേജ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂഡലിസ്റ്റുകൾക്ക് പണിയെടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ അവിടെ എന്ത് കുറയും? തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്ത് എന്താവും? കുറയും. അങ്ങനെ ഫ്യൂഡലിസ്റ്റുകൾ സാമ്പത്തികമായിട്ട് എന്താവുന്നു? ഡിസ്ട്രോയിഡ്, ഡിമോളിഷ്ഡ്, ഡിക്ലൈൻഡ്, തകർന്നടിയാണ് ചെയ്യുന്നത്. കിട്ടിയോ? അതേപോലെ തന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു. തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്സ് എന്തായി? കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നല്ല പണ്ഡിതന്മാരുണ്ട്, നമ്മളൊക്കെ പോലെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ. അതേപോലെ എന്ത് ചെയ്തു? ദേ മൈഗ്രേറ്റഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു ഇറ്റലി. പണ്ഡിതന്മാരും കൂടി ഇറ്റലിക്ക് വന്നുള്ളൂ. അപ്പൊ ഇവർ എല്ലാവരും കൂടി ആര് അറ്റാക്ക് ചെയ്യും? ഫ്യൂഡലിസ്റ്റുകളെ. ചുരുക്കി പറഞ്ഞ മക്കളെ, ഇത്തരത്തിലുള്ള കാരണങ്ങളാലാണ് ഇറ്റലിയിൽ എന്തുണ്ടായത്? റിനൈസൻസ് ഉണ്ടായത്. നിങ്ങളെ പബ്ലിക് എക്സാമിന് മറ്റുള്ള എക്സാമുകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ അത്. ഓക്കെ, ഞാൻ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നു സ്കോളാറ്റിസിസം. എന്താ? നമ്മൾ ആദ്യം പഠിക്കുന്നു സ്കോളാറ്റിസിസം. നമുക്കറിയാം സ്കോളാറ്റിസിസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഫിലോസഫിയാ. അല്ലെ? അപ്പൊ തന്നെ നമുക്ക് പേര് കിട്ടിയോ? സ്കോളാറ്റിസിസം. കിട്ടിയോ? അതൊരു ക്രിസ്തുമത ചിന്തയാണ്, അല്ലെങ്കിൽ തത്വചിന്തയാണ്. കിട്ടിയോ? എന്താ അതിന്റെ പ്രത്യേകത നോക്കിക്കോ. വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. അത് ദൈവത്തിനും അതേപോലെ പരലോക ജീവിതത്തിനും പ്രാധാന്യം കൊടുത്ത്. കാരണം നമുക്കറിയാം മധ്യകാലഘട്ടത്തിൽ ക്രിസ്തുമതം ആയിരുന്നു കൂടുതൽ പ്രചരിക്കപ്പെട്ടത്. ആ ഒരു മതത്തിന്റെ ഏകാധിപത്യമായിരുന്നു. ആ മതത്തെ തന്നെ വക്രീകരിക്കാൻ ഒരുപാട് ആളുകൾ എന്തായി? തയ്യാറായിട്ട് വന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദൈവത്തിനും പരലോക ജീവിതത്തിനൊക്കെയാണ്. ഡിവൈൻ ആൻഡ് ആഫ്റ്റർ ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത്. പക്ഷേ സ്കോളാറ്റിസിസം മാറി മിഡീവൽ പീരീഡ് നിന്ന് മോഡേൺ പീരീഡ് എത്തിയപ്പോൾ അവിടെ ഹ്യൂമാനിസം ഉണ്ടായപ്പോൾ മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. മനുഷ്യന്റെ ഇമോഷന്, അതേപോലെ ചിന്തകൾക്ക്, വികാരങ്ങൾക്ക്, തോട്ട്സിനൊക്കെ എന്തായി കൊടുത്തു? കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇതാണ് മക്കളെ സ്കോളാറ്റിസവും അതേപോലെ ഹ്യൂമാനിസവും മാനവികതയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പഠിക്കുന്നു മിഡീവൽ ആർട്ടും റിനൈസൻസ് ആർട്ടും. നമുക്കറിയാം റിനൈസൻസ് കാലഘട്ടത്തും കലകളുണ്ട്, മിഡീവൽ പീരീഡിൽ എന്തുണ്ട്? കലകളുണ്ട്. എന്താണ് മിഡീവൽ ഏജിലുള്ള ആർട്ടിന്റെ കലകളുടെ പ്രത്യേകത? മധ്യകാല കലകളുടെ പ്രത്യേകത നമുക്കറിയാം അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ദൈവത്തിനാണ് അല്ലെ? ഡിവൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ കൂടുതലായിട്ട് വരച്ചിട്ടുണ്ടാവുക. അത് മാത്രമാണോ? അല്ല. ഇതേപോലെ ഏഞ്ചൽസ്, മാലാകമാരെ, അങ്ങനെ അതുപോലെയുള്ള സ്വർഗം, പാരഡൈസ്, ഇതുപോലുള്ള ഏഞ്ചൽസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പിരിച്വൽ ലൈഫ് അല്ലെ? അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഏത് കാലഘട്ടം പ്രാധാന്യം കൊടുത്തത്? മിഡീവൽ പീരീഡ് അല്ലെ? ഈ റിനൈസൻസ് വരുമ്പോൾ മക്കളെ നവോത്ഥാനം വന്ന് നമുക്ക് ഓൾറെഡി മനുഷ്യനാണ് പ്രാധാന്യം, മാനവികതക്ക പ്രാധാന്യം അല്ലെ? അപ്പൊ എങ്ങനത്തെ ചിത്രക്കാരൻ വരയ്ക്കുക? മനുഷ്യനുമായി ബന്ധപ്പെട്ട ചിത്രം വരയ്ക്കും അല്ലെ? എന്തിനേക്കാരും പ്രാധാന്യം കൊടുക്കുക? ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യന്റെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ഇതേപോലെ സെക്യുലാരിസം, മതേതരത്വത്തിന് പ്രാധാന്യം കൊടുക്കും. നമുക്കറിയാം മധ്യകാല ക്രിസ്തുമതം മാത്രമുള്ളതിനു മാനവികത എത്തി അല്ലെ? റിനൈസൻസ് വന്നപ്പോൾ മോഡേൺ പീരീഡിൽ എത്തിയപ്പോൾ അവിടെ എന്തിനു പ്രാധാന്യം? എല്ലാ മതങ്ങൾക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്രധാനപ്പെട്ട പ്രാധാന്യം കൊടുക്കുന്നു. കിട്ടിയോ? ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി നവോത്ഥാന കലകൾ ഒരുപാട് മേഖലകളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നവോത്ഥാനം തന്നെ പല മേഖലകളിലും എന്തായിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പഠിക്കണു ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിന്റെ സ്വാധീനം ഏതൊക്കെ മേഖലകളിൽ ഉണ്ടായത്? നമുക്കറിയാം പെയിന്റിംഗിൽ, ചിത്രകലകളിൽ ഉണ്ടായിട്ടുണ്ട്, ലിറ്ററേച്ചർ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഹിസ്റ്റോറിയോഗ്രഫി ചരിത്രരചനയിൽ ഉണ്ടായിട്ടുണ്ട്, സയൻസിൽ ഉണ്ടായിട്ടുണ്ട്, ശാസ്ത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും 5 മേഖലകളിൽ ഉണ്ടായത്. ഈ 5 മേഖലകളൊക്കെ ഏതൊക്കെയാണെന്നൊന്നും എന്താവാ വളരെ പെട്ടെന്ന് ഓടിച്ചോടിച്ചൊന്ന് പോയോ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ മേഖല അല്ലെ? പെയിന്റിംഗ്. നമുക്ക് ഒരുപാട് പെയിന്റേഴ്സ്
പെയിന്റേഴ്സിന്റെ പേര് അല്ലെ, ചിത്രകാരന്മാരുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളുടെ പേരാണ് ജിയോട്ടോ, മസാച്ചിയോ, ലിയാനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, ഡിഷ്യനും റാഫേലും. കിട്ടിയോ? ഇങ്ങനെയുള്ള ഒരുപാട് 5-6 ആളുകളുണ്ട് പ്രധാനമായിട്ടും അന്ന് ചിത്രം വരച്ച. നമ്മൾ ക്ലാസ്സിൽ കുറെ ചിത്രകാരന്മാരുണ്ടാവും, ഇതേപോലെ ഇറ്റലിയിലും കുറെ ചിത്രകാരന്മാരുണ്ട്. എങ്ങനെ പേര് പഠിക്കുക? നമ്മൾ ജിയോന്റെ സിം കേട്ടിട്ടുണ്ട്, ജിയോന്റെ പമ്പ് കേട്ടിട്ടുണ്ട്, ജിയോന്റെ ഓട്ടോറിക്ഷ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, ഇതാണ് ജിയോന്റെ ഓട്ടോ. കിട്ടിയോ? അപ്പൊ ജിയോട്ടോ കിട്ടിയോ? അതിക്ക് ഒരാൾ എന്ത് ചെയ്യുന്നു, മസാല കുഴച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വരും കേട്ടോ, നല്ല മസാല ഇട്ടിട്ട് വരികയാണ്. യെസ്, അയാളുടെ പേരാണ് മസാച്ചിയോ. കിട്ടിയോ? അപ്പോൾ ഓല് രണ്ടോളം ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോൾ സുന്ദരിയായിട്ടുള്ള ലിയാന ഇഞ്ചിയുമായിട്ട് ഇങ്ങനെ വരിക. ഓക്കെ ആണല്ലോ, ലിയാന ഇങ്ങനെ നടന്നു വരിക കേട്ടോ ഇഞ്ചിയുമായിട്ട്. ആ ആളെ പേരും നമുക്ക് കിട്ടി, ലിയാനാർഡോ ഡാവിഞ്ചി. ലിയാന വണ്ടിക്ക് കയറിട്ടോ, കയറിയ സമയത്ത് അങ്ങാടി നിർത്തും, മൈക്കെടുത്ത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയാണ്. ജനങ്ങൾക്കൊക്കെ ഒരു ആഞ്ചലായിട്ട് തോന്നുക. ഓനെ കൈ കിട്ടിയ തല്ലാൻ നിൽക്കുക കേട്ടോ. എന്താ തല്ല് കൊള്ളാൻ സാധ്യതയുള്ള ആളെ പേരെന്താ? മൈക്കൽ ആഞ്ചലോ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് പേര് നമുക്ക് എന്തോ കിട്ടും. ഇനി അടുത്തതോ, അങ്ങനെ ഈ മൈക്കൽ ആഞ്ചലോ വണ്ടിക്ക് കയറിയതോട് കൂടിയിട്ട് ഈ മസാച്ചി ലിയാനി ഭയങ്കര ബന്ധട്ടോല് തമ്മിൽ ഭയങ്കര അഫെയർ ആണ്. അങ്ങനെ മസാച്ചി ലിയാനി ഭയങ്കര സംസാരം. ആ സംസാരത്തിൽ ആര് കയറി വരികയാണ്? മൈക്കൽ ആഞ്ചലോ. അത് ആർക്ക് പറ്റിയില്ല? ഈ പറയപ്പെട്ട മസാച്ചിയൊക്കെ പറ്റിയില്ല. മസാച്ചിയോട് മൈക്കൽ ആഞ്ചലോ ചോദിച്ചു, എന്താ എന്റെ കയ്യിൽ? പറഞ്ഞു മസാല. എന്താ എന്തിനാ പറ്റിയെന്ന് ചോദിച്ചു. ആ സമയത്ത് മസാച്ചി പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മൈക്കൽ എന്നാ ഒന്നും പാചകം ചെയ്യല്ലോ ചോദിച്ചു. പിന്നെ ഡിഷന്റെ അച്ഛൻ കൊണ്ടുവരും. അച്ഛൻ നമ്മൾ പറയുന്ന പേരാണ് വാപ്പ അല്ലെ. യെസ്, ഡിഷ്യൻ വാപ്പയിൽ. കിട്ടിയോ? ഡിഷ്യന്റെ വാപ്പ അല്ലെ, ഡിഷ്യനും റാഫേലും അല്ലെ. ഈ മലപ്പുറം ഭാഗത്തൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ഭാഷയാണ് വാപ്പ, വാപ്പ, വാപ്പി എന്നൊക്കെ പറയും അല്ലെ. യെസ്, അപ്പൊ ആ പേരും കിട്ടി. ഇനി നോക്കണം കേട്ടോ, ജിയോട്ടോ വരച്ച ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ് അറിയോ? ഗ്രക്കോ റോമൻ ശൈലിയിലാണ് അയാൾ ചിത്രം വരച്ചത്. കാരണം എന്താണ് അറിയോ? അയാൾക്ക് കുറച്ച് പയമുണ്ടായിരുന്നു. ഫ്യൂഡലിസത്തിൽ നിന്ന് നവോത്ഥാനത്തിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു നമ്മൾ പറഞ്ഞത് ഗ്രക്കോ റോമൻ കൾച്ചർ അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇനി മസാച്ചിയോന്റെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താ? റൗണ്ട് ഇൻ ഷേപ്പ് അല്ലെ, ാണ് അയാൾ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ചില ചിത്രങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ തോന്നും. അതായത് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് പ്രോട്രൂഡ് ഫ്രം ദ സർഫേസ്. ചുമരുന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ തോന്നും. കാരണം മസാച്ചിയോന്റെ പാത്രം ഇതിന് വട്ടത്തിലല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ലിയാനാർഡോ ഡാവിഞ്ചി കജ്ജിൽ ഇഞ്ചിന്റെ ഒക്കെയാണ്. പക്ഷേ ഓള് ഇഞ്ചി അത്തായൊക്കെ ഒപ്പം കഴിക്കണ പിള്ളേർ അറിയോ? ഒരു രാത്രിയുടെ അന്ത്യത്തിലാണ്. കിട്ടിയോ? എന്താ ലിയാനന്റെ പേരെന്ന് വിളിക്കുന്ന പേര്? മോനു. എന്ത് വിളിക്കുക പറഞ്ഞാണ്? മോനു. അപ്പൊ ലിയാന്റെ അനിയനുണ്ട് മോനു. ഈ മോനു എന്താവാണ്? മൊണാലിസ. കിട്ടിയോ? മൊണാലിസ. അതായത് മോനു എന്ന് പറയുന്ന കുട്ടി രാത്രിയിൽ എന്ത് കഴിക്കുന്നു? അത്തായം കഴിക്കുന്നു. കിട്ടിയോ? അപ്പൊ അമ്മ കിട്ടി അന്ത്യ അത്തായം മൊണാലിസ. വരച്ചതാരാ? ലിയാനാർഡോ ഡാവിഞ്ചി. കിട്ടിയോ? ഇനി അടുത്ത ആളെ പേര് മൈക്കൽ ആഞ്ചലോ. ഇവന് പെരീക്ക് ഓട്ടോക്ക് കയറി എല്ലാവരും പാടെ കൂടി വേണം തല്ലാൻ പ്ലാനാണ്. കാരണം ആൾക്കാർ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കിട്ടിയോ? അപ്പോൾ അവന്റെ അവസാനത്തെ വിധി അതന്നെക്കാരം, അതാണ് അന്ത്യവിധി. വരച്ച മുത്തിനെ പറയുന്ന പേര് മൈക്കൽ ആഞ്ചലോ. മുത്തുമണികളെ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഇനി അടുത്ത ആളെ പേര് നോക്കിക്കോ, ഡിഷ്യനും റാഫേലും. ഡിഷ്യന്റെ റാഫേലും ചിത്രങ്ങൾ എങ്ങനെ അറിയോ? നമ്മളെ പോലെ നല്ല അന്തസ്സുള്ള, നല്ല സുന്ദരന്മാരായിട്ടുള്ള, നല്ല മിതവാദികളായിട്ടുള്ള, ഡിഗ്നിഫൈഡ് പേഴ്സണാലിറ്റിയെ അല്ലെ, ബ്യൂട്ടിഫൈഡ് ഹ്യൂമൻസിനെ വരച്ച ആൾക്കാരാണ് ഡിഷ്യനും റാഫേലും. ഈ ചിത്രകൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒന്ന് നോക്കുക, എന്താണ് സവിശേഷതകൾ നോക്കിക്കോ. ഫീച്ചേഴ്സ് ഓഫ് പെയിന്റിംഗ് നമ്മൾ മനസ്സിലാക്കി. ലാൻഡ്സ്കേപ്പ്, ഭൂദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് ഡെപ്ത്, പ്രകാശത്തിനെയും അകലത്തെയും തമ്മിൽ നമുക്ക് എന്താവാൻ പറ്റും? വേർതിരിക്കാൻ കഴിയും. പോർട്രേറ്റ് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന്റെ ചിത്രീകരണം. കിട്ടിയോ? നല്ല അടിപൊളിയായിട്ട് മനുഷ്യൻ എന്തായി ചിത്രീകരിച്ചു. ഓയിൽ പെയിന്റ്, എണ്ണച്ചായങ്ങൾ, കളറുകളൊക്കെ എന്തായി ഉപയോഗിച്ചു. പോർട്രേറ്റ്സ്, പല രീതിയിലുള്ള ഛായാചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇത് എക്സാമിന് ചോദിക്കും, എങ്ങനെ സാർ അതൊക്കെ പഠിക്കുക? ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ് അറിയോ? ബുദ്ധിമുട്ടുണ്ടോ? സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ പറയുന്ന പേര് MS സൊല്യൂഷൻ. നോക്കിക്കോട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. ലാൻഡ്സ്കേപ്പ് നമ്മളിത് എങ്ങനെ പഠിക്കാറിയോ? ഒരുത്തം ഭൂമിക്ക് ഇങ്ങനെ നോക്കട്ടോ. ഭൂമിക്ക് ഇങ്ങനെ നോക്കിയപ്പോ അയാൾ എന്താ ഒരു പ്രകാശം ഇങ്ങനെ അടിച്ചു നോക്കി. കിട്ടിയോ? അപ്പൊ നല്ല തെളിച്ചം കാണും അല്ലേ? പ്രകാശം അടിച്ചപ്പോഴാണ്, ഭൂമിക്ക് ഇങ്ങനെ പ്രകാശം വന്നപ്പോഴാണ് അയാൾക്ക് മനസ്സിലായി ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. എന്താ ആളെ കയ്യിലുള്ളത്? ഓയിലിന്റെ പാക്ക്, അതായത് എണ്ണന്റെ പാക്ക് ഉണ്ട്. കിട്ടിയോ? അങ്ങനെ എണ്ണന്റെ പാക്ക് കയ്യിൽ പിടിച്ചിട്ട് ഇയാൾ ചായ കുടിക്കണം ആ മനുഷ്യന്. കിട്ടിയോ? അപ്പൊ നമുക്ക് ആൾക്കാരുടെ പേരും ആ കോഡും വളരെ സിമ്പിൾ ആയിട്ട് എന്താവും കിട്ടും. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി, അത് മനസ്സിലായിട്ടുണ്ടാവും എന്റെ മക്കൾക്ക്. അടുത്ത് നവോത്ഥാനം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കലയാണ് ശില്പകല. എങ്ങനെ നോക്കുക അറിയോ? ശില്പകലയിൽ പ്രധാനമായിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കിയ കുറെ ആൾക്കാരുണ്ട്. ഒന്ന് ഡൊണാഡെല്ലോ, രണ്ടാമത്തെ മൈക്കൽ ആഞ്ചലോ. അവിടെ മൈക്കൽ ആഞ്ചലോ ഉണ്ട്. കാരണം എന്താ? ഇയാൾ ഭയങ്കര കഴിവ് കൂടുതലുള്ള ആളാണ്. നമ്മൾ മലയാളത്തിൽ പറയും കഴിവ് കൂടുതലുള്ള ആളെന്നില്ലേ. ചില ആൾക്കാരെന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ന്യൂജൻ സ്റ്റൈലിൽ ഒരുപാട് സംസാരമുണ്ട്, കഴിവേറി അല്ലെ, കഴിവേറി അല്ലെ. യെസ്, അപ്പൊ ഇവിടെ അതേപോലെ ഡൊണാഡെല്ലോ നല്ല മനുഷ്യനാണ്, കഴിവുള്ള ആളാണ് മൈക്കൽ ആഞ്ചലോ. നോക്കിക്കോട്ടോ, ഡൊണാഡെല്ലോ വരച്ച രണ്ട് ശില്പങ്ങളാണ്, ഉണ്ടാക്കിയ 2 ശില്പങ്ങളാണ് ഡാവിഡും ഗട്ടാ മലാട്ടിയും. അപ്പൊ ഡൊണാഡെല്ലോ ഡാവിഡിനോട് പറയണേ, ഡാവിഡേ എത്താ എന്റെ മേത്ത് അട്ട, എന്റെ ശരീരത്തിൽ എന്തുകൊണ്ട് അട്ട, ഗട്ട മലാട്ട
അർത്താണ് അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെയാണല്ലോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നു മൈക്കൽ ആഞ്ചലോ വരച്ച 2 ചിത്രങ്ങളാണ് ഡാവിഡും പിയത്തും. എങ്ങനെ പഠിക്കുക? സിമ്പിൾ ആണ്, നോക്കിക്കോ. ഡാവിഡിന്റെ ഡ, പിയത്തന്റെ പി, ഡപ്പി. കാരണം മൈക്കൽ ആഞ്ചലോന്റെ വീട്ടിൽ എന്തുണ്ട്? ഗപ്പി ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഡപ്പി അല്ലെങ്കിൽ മൈക്കിന്റെ മുകളിൽ ഒരു ഡപ്പ് ഉണ്ട്, ഡപ്പി എന്തായി? തുറന്നു എന്ന് ആലോചിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് എന്തായി? അത് കിട്ടി. ഇനി അടുത്തതായിട്ട് പറയണോ, നവോത്ഥാനം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത്, റിനൈസൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു മാർഗം മേഖല ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തുവിദ്യ അല്ലെ? എന്താണ് വാസ്തുവിദ്യയിൽ പ്രധാനമായിട്ട് ഉണ്ടാക്കിയത്? ഒരു പ്രധാനപ്പെട്ട വാസ്തുവിദ്യ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറാണ് ബ്രൂണലെസ്കി. പേര് പറഞ്ഞാൽ ബ്രൂണലെസ്കി. ബ്രൂണം അല്ലെ? പ്രഗ്നൻസിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടാവുന്ന അല്ലെ ബ്രൂൺ എന്ന് പറയും. യെസ്, ഇയാൾ നിർമ്മിച്ച പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് ഫ്ലോറൻസിലെ കത്തീഡ്രൽ. വാസ്തുവിദ്യ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ബിൽഡിംഗുകൾ ഉണ്ടാക്കണേ നമ്മൾ വിളിക്കുന്ന പേരാണ് കത്തീഡ്രൽ. എങ്ങനെ പറയാ? ബ്രൂണം ലെസ്കി അല്ലെ? അലസും. എപ്പോഴാ അലസുക? ഏതെങ്കിലും ഗർഭിണികളുടെ വയറ്റിലോട്ട് കത്തി ഡ്രില്ല് ചെയ്താലേ. അപ്പൊ ബ്രൂണലെസ്കി ഫ്ലോറൻസിൽ എന്തുണ്ടാക്കി? കത്തീഡ്രൽ. ഒരു പ്രധാനപ്പെട്ട നഗരം കേട്ടോ ഫ്ലോറൻസ്. കലയുടെ സ്വാധീനം ഉണ്ടായ നഗരമാണ്, സിറ്റിയാണ്. ഓക്കെ ആണല്ലോ. മൈക്കൽ ആഞ്ചലോയും ബ്രഹ്മാന്തയും പാടെ കൂടിയിട്ട് സെന്റ് പീറ്റേഴ്സ് ബാസിലിക്ക നിർമ്മിച്ചു. എങ്ങനെ പഠിക്കാം? സിമ്പിൾ ആണ് മക്കൾ, നോക്കിക്കോ. മൈക്കൽ ആഞ്ചലോ ബ്രഹ്മാന്തയെ അയച്ചു, സെൻഡ് ചെയ്തു. എവിടേക്ക് അയച്ചത്? പീറ്റേഴ്സ് ബാസിലിക്കാന്റെ പീറ്റേഴ്സിക്ക്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. വീടിനെ അവിടെ പറയുന്ന പേര് പീറ്റേഴ്സ് എന്നൊക്കെ ആലോചിച്ചാൽ മതി. അങ്ങനെ നമുക്ക് അതും കിട്ടി. ഓക്കെ ആണല്ലോ. ഞാൻ അടുത്ത നവോത്ഥാനം സ്വാധീനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സാഹിത്യത്തെ നമ്മൾ വിളിക്കും ലിറ്ററേച്ചർ അല്ലെ? എങ്ങനെയാണ് ലിറ്ററേച്ചർ സ്വാധീനിച്ചോ നോക്കുക. അതിന് മുമ്പ് അതിന്റെ സവിശേഷതകൾ നോക്കുക. എന്താ വെച്ചാൽ അന്നത്തെ എഴുത്തുകാർ റൈറ്റേഴ്സ് എന്ത് ചെയ്താ അറിയോ? ഒപ്പോസ്ഡ് സ്കോളാറ്റിസിസം. ഈ പറയപ്പെട്ട ക്രിസ്തുമത ചിന്ത ഉണ്ടല്ലോ, സ്കോളാറ്റിസത്തെ എന്തായി? എതിർത്തു. കാരണം എന്താ? അതിൽ വെറും ദൈവത്തിനും പരലോകത്തിനും പ്രാധാന്യം. അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല അല്ലെ? അതേപോലെ എന്ത് ചെയ്താ അറിയോ? wrote in regional language, പ്രാദേശിക ഭാഷയിൽ എഴുതി. ഒരു നാട്ടിൽ ഇപ്പൊ ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ മലയാളത്തിൽ എഴുതി എല്ലാവർക്കും തിരിയില്ല അല്ലെ? എല്ലാ ഭാഷയിലും എഴുതണം, എന്നാലും ഇന്ത്യക്കാർ വായിക്കുള്ളൂ. അപ്പൊ ആ നാട്ടിലെ ലാംഗ്വേജ് ഏത് ഭാഷ? പ്രാദേശിക ഭാഷയിൽ എഴുതണം. അതാണ് അത് പറഞ്ഞത്. പ്രോസ് ലിറ്ററേച്ചർ, ഗദ്യ സാഹിത്യത്തിന് പ്രാധാന്യം കിട്ടി. പദ്യം ഗദ്യം ഒന്നല്ല. പദ്യം എന്ന് പറഞ്ഞാൽ കവിതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഗദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാമായണത്തിലും അതേപോലെ ഇസ്ലാമിക് റിലീജിയനിലെ ബുർദയിലും ബൈബിളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കുർബാനകളിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗദ്യം. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ച ഒരു ലിറ്ററേച്ചർ ആണ് പ്രോസ് ലിറ്ററേച്ചർ. അല്ലാതെ നോവലിനോ ലെറ്റർ മറ്റുള്ള പോയത്തിനൊന്നല്ല പ്രാധാന്യം ലഭിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താവുന്നു? അന്നത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ അല്ലെ? സാഹിത്യത്തിന് പ്രത്യേകത പഠിച്ചു. ഇനി അതിന്റെ എഴുത്തുകാരെ പഠിക്കാം കേട്ടോ. റൈറ്റേഴ്സ്. ഒരു പ്രധാനപ്പെട്ട റൈറ്ററാണ് ദാന്തെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, മാക്കിവെല്ലി, കസാന്ദ്ര ഫെഡലെ. അതേപോലെ പേര് സിമ്പിൾ ആയിട്ട് പഠിച്ചോ. ഒരുത്തന്റെ പല്ല് പൊട്ടി ഓൻ ദന്താശുപത്രിയിൽ പോയി, കിട്ടിയോ? എന്നും പോയ പെറ്റ പേരിട്ടു ദാന്തെ. കാരണം എന്താ? പോകാൻ കാരണം എന്താ? എല്ലാവരും പറഞ്ഞു പെട്ടു മോനെ പെട്ടു, എനിക്ക് ഇനി പെണ്ണ് ജീവിതത്തിൽ എനിക്ക് എന്താവില്ല, കിട്ടൂല. കണ്ടോ? അപ്പൊ പെട്ട മുത്തിനെ പറയുന്ന പേര് പെട്രാർക്ക് അല്ലെ? പെണ്ണിട്ടാത്തോണ്ട് ഓൻ എന്തായി? ഒരുപാട് പ്രണയഗാനങ്ങൾ ഇങ്ങനെ പാടി പാടി നടക്കാൻ തുടങ്ങി, കിട്ടിയോ? അങ്ങനെ എന്തായി? അവസാനം പെണ്ണ് കിട്ടി എന്തേ കാരണം അല്ലെ? നമ്മള് മുട്ടായും അല്ലെ ഫ്ലവേഴ്സും ഒക്കെ പാടെടുത്തിട്ട് എന്തോ ആ കിട്ടിയ പെണ്ണിനെന്തോ കൊടുക്കൂലേ? കൈമാറുന്ന ആ സാധനം നമ്മൾ വിളിക്കുന്ന പേരാണ് ബൊക്ക. ബൊക്ക കൊടുക്കുമ്പോൾ പെണ്ണിന് വിട്ടാൽ നമുക്ക് എന്ത് തരും? ചായ അല്ലെ? യെസ്. അപ്പൊ അടുത്ത ആള് പേര് കിട്ടി ബൊക്കാച്ചിയോ. വളരെ പെട്ടെന്ന് പറഞ്ഞോ ബൊക്കാച്ചിയോ അല്ലെ? ഇന്നട്ടോ അങ്ങനെ ബൊക്ക കൊടുത്തപ്പോ ആ ചെക്കൻ്റെ അമ്മമ്മ അല്ലെ, നമ്മൾ വല്യമ്മ എന്നൊക്കെ പറയും അല്ലെങ്കിൽ വല്യുമ്മ എന്നൊക്കെ പറയും. 36 എന്തായോ ഈ ചെക്കനെ പുതിയ പെണ്ണിനെ കളിയാക്കിയിട്ട് പറഞ്ഞേ, എന്റെ കുട്ടിക്ക് എന്ത് കിട്ടി? പെണ്ണിട്ടിന്ന് ആക്കിയാണ്ട പറഞ്ഞല്ലേ? ആക്കിയ മാക്കിയ വല്ലി, കിട്ടിയോ? അങ്ങനെ അടുത്ത് നോക്കിക്കോ. അടുത്ത ആള് പേര് കസാന്ദ്ര ഫെഡൽ. അങ്ങനെ ഈ ചെക്കൻ പെണ്ണ് അല്ലെ? ഈ പെണ്ണിവിടെ ഒക്കെ പെണ്ണിന്റെ പേരെന്താ? കസാന്ദ്ര. അപ്പോൾ ഈ വല്യമത് പറഞ്ഞപ്പോ ചെക്കൻ ചിരിച്ചപ്പോ ചെക്കന്റെ പല്ല് കണ്ടു. പെണ്ണിന് മനസ്സിലായി പല്ല് പൊട്ടിക്കണ്. കുടുംബക്കാരറിഞ്ഞു കസാന്ദ്ര ഫെഡലട്ടോ, ഫെഡലെ, കിട്ടിയോ? കസാന്ദ്ര ഫെഡല്. സിമ്പിൾ ആണ്, നോക്കിക്കട്ടോ. ദാന്തെ ഇയാളെ ജീവിതം തന്നെ കോമഡി. എപ്പോഴും ദന്താശുപത്രിയിലാണ് കണ്ടോ? ഡിവൈൻ കോമഡി. മനസ്സിലായോ? യെസ്. ഞാൻ അടുത്ത് നോക്കിക്കോ. പെട്രാർക്ക്. ഞാൻ എന്താ പറഞ്ഞ? അയാൾ ഫുള്ള് പ്രണയഗാനാണ് അല്ലെ? അപ്പൊ എന്താ എഴുതിയത്? പ്രണയഗീതങ്ങൾ. എന്താണ് പ്രണയഗീതങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാ? സോനറ്റ് അല്ലെ? ഇയാൾ പ്രണയഗീതം എഴുതിയത് ലോറക്കാട്ടോ. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ബൊക്കാച്ചിയോ എന്താണ്? ഡെക്കാമറോൺ. കാരണം ചെക്കൻ ബൊക്ക കൊടുത്തപ്പോ തന്നെ ഓന്റെ കുറ്റി തെറിച്ചു അല്ലെ? കാരണം എന്താ? നമ്മൾ ഓൾറെഡി അല്ലെ ഡെക്കായി എന്ന് പറയും ക്രിക്കറ്റിലൊക്കെ അല്ലെ? അപ്പൊ ബൊക്കാച്ചിയോ രചിച്ച വർക്കാണ് ഡെക്കാമറോൺ. ബൊക്ക. കിട്ടിയോ? വളരെ സിമ്പിൾ. മാക്കിവെല്ലി. ഏത് വീട്ടിലും അമ്മമ്മമാര് വല്യമ്മമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പേരമക്കൾക്കും മക്കൾക്കും അതൊരു പ്രിൻസസ് ആയിട്ട് രാജകുമാരിയെ പോലെ
തോന്നും അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയ പ്രിൻസസ് അല്ലെ ഈ എസ് ആണ് വെട്ടിക്കൊടുത്താൽ മതി. കിട്ടിയോ? ദി പ്രിൻസ് രചിച്ചത് മാക്കിയവെല്ലിയാണ്. കസാന്ദ്ര പെടല എന്ന് പറഞ്ഞാൽ ആരെ കസറി സംസാരിക്കുക? പ്രസംഗിക്കണോല് സംസാരിക്കും അല്ലെ? ഡിബേറ്റ് സംവാദം നടത്തുന്ന ആൾക്കാരൊക്കെ സംസാരിക്കും അല്ലെ? അപ്പൊ കസാന്ദ്ര പെടല കസറും അല്ലെ എന്തില് കസറും സ്പീച്ചിൽ നല്ല പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ്. ആൻഡ് റൈറ്റർ നല്ലൊരു എഴുത്തുകാരിയും ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ പ്രധാനമായിട്ടും ലിറ്ററേച്ചർ അല്ലെ സാഹിത്യം എന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. യെസ്, ദെൻ നമുക്ക് നോക്കാം കേട്ടോ. ഹിസ്റ്റോറിയോഗ്രഫി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചരിത്രത്തെ ഇങ്ങനെ മൂന്നായിട്ട് എന്തായിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തരം തിരിച്ച രണ്ടാൾക്കാരാണ് ഫ്ലാവിയോ ബിയോണ്ടയും ലിയാനാർഡോ ബ്രൂണിയും. എങ്ങനെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും അല്ലെ? എല്ലാ വീട്ടിലും പ്ലാവ് ഉണ്ടാവും. ആരെ വീട്ടിൽ പ്രത്യേകിച്ചുണ്ട്? ലിയാന. കിട്ടിയോ? അപ്പൊ നമുക്ക് കൈമന്തിനെ കിട്ടി. ഡാവിഞ്ചി കേട്ടോ വയറ്റിലുള്ള ലിയാന കേട്ടോ. അപ്പൊ ബ്രൂണോ അങ്ങനെ വെച്ച് ചിന്തിച്ചാൽ മതി. പഠിക്കാൻ നമുക്ക് എങ്ങനെ ട്രിക്ക് ഇട്ടിട്ട് എന്താവാം പഠിക്കാൻ പറ്റും. ആരും നമ്മളോട് ചോദിക്കൂല എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കൂല, മാർക്കേ ചോദിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ മാർക്ക് കിട്ടണം, A+ എത്തണം. നോക്കിക്കോ, ഫ്ലാവിയോ ബിയോണ്ട കിട്ടിയോ? അപ്പൊ പ്ലാവ് ഉണ്ട് ആരെ വീട്ടില്? ലിയാനന്റെ വീട്ടില്. അതിന്റെ ഒരു ബയോഗ്രഫി എടുക്കണം. കിട്ടിയോ? ആരുടെ? എന്തിന്റെ? പ്ലാവിന്റെ. ഫ്ലാവിയോ ബിയോണ്ടോ ലിയാനാർഡോ ബ്രൂണി. ഈ ചരിത്രരചന വന്നപ്പോ നവോത്ഥാന കാലഘട്ടത്തിൽ എന്ത് മാറ്റം ഉണ്ടായത് ഹിസ്റ്റോറിയോഗ്രഫിയിൽ? നവോത്ഥാനത്തിന് മുമ്പ് ദൈവവുമായി ബന്ധപ്പെട്ട് ചരിത്രം മുഴുവൻ ഡിവൈൻ ഓറിയന്റഡ് എന്നാ പറഞ്ഞത്. പക്ഷെ നവോത്ഥാനം വന്നപ്പോ എന്താ അറിയോ? എന്തിനാ കൂടുതൽ പ്രാധാന്യം കൊടുത്ത്? പുരാവസ്തുക്കൾക്ക്, ആർക്കിയോളജിക്കൽ എവിഡൻസിന് പ്രാധാന്യം കൊടുത്തു. ഹ്യൂമൻസിന്, മനുഷ്യന് പ്രാധാന്യം കൊടുത്തു. ഇതേപോലെ എന്തിന്റെ തെളിവിന് പ്രാധാന്യം കൊടുത്തത്? ആർക്കിയോളജിക്കൽ എവിഡൻസ്. കിട്ടിയോ? പുരാവസ്തു തെളിവ്. നമ്മൾ പണ്ടത്തെ നാണയങ്ങള് അല്ലെ മറ്റുള്ള പാട്ടാപാത്രം ഇതൊക്കെ അതിലെന്താവും പെടും. ഓക്കെ ആണല്ലോ? ഇതേപോലെ നവോത്ഥാനം ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു മാർഗം അല്ലെ റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സയൻസ്, ശാസ്ത്രം. ശാസ്ത്രം പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായത് കേട്ടോ. ഒന്ന് ആസ്ട്രോണമി മക്കളെ, ജ്യോതിശാസ്ത്രം. രണ്ടാമത്തത് ആയുർവേദം. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ശരീരശാസ്ത്രം അല്ലെ? ഇത് മൂന്നും ആണ് കാര്യമായിട്ട് റിനൈസൻസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ശാസ്ത്ര മേഖലകൾ, മാറ്റങ്ങൾ ഉണ്ടായ ശാസ്ത്രം. എങ്ങനെ പഠിക്കാൻ നോക്കിക്കോട്ടോ. ജ്യോതി എന്ത് ചെയ്തു? ആയുർവേദ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ആര്? ജ്യോതി ആയുർവേദത്തിൽ എന്താ ചെയ്യലറിയോ? ആളുകളുടെ ശരീരങ്ങൾ എന്താവും, ശരീരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കും. കിട്ടിയോ? അപ്പൊ ജ്യോതി ആയുർവേദത്തിൽ മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിച്ചു. കിട്ടിയോ? അപ്പൊ 3 ശാസ്ത്രങ്ങൾ കിട്ടി. ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, ആയുർവേദിക്, അനാട്ടമി. ഈ ആസ്ട്രോണമി പ്രധാനപ്പെട്ട ആളാണ് ടോളമി, കോപ്പർനിക്കസ്, കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ. ഇതൊരു ഓർഡർ ഉണ്ട്. കാരണം എന്താണ് അറിയോ? ഈ ടോളമി എന്ന് പറയുന്ന ആള് പറഞ്ഞു പ്രപഞ്ചത്തിന്റെ നടുവിൽ ഇത് സെന്റർ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ദ എർത്ത്. കിട്ടിയോ? പ്രപഞ്ചത്തിന്റെ നടുവിൽ മക്കളെ എർത്താണ് എന്ന് പറഞ്ഞു, ഭൂമിയാണ് എന്ന് പറഞ്ഞു. കിട്ടിയോ? അത് യഥാർത്ഥത്തിൽ ശരിയാണോ? അല്ല. കാരണം അത് തെറ്റാണെന്ന് പറഞ്ഞ ആളാണ് ആര്? കോപ്പർനിക്കസ് പറഞ്ഞു പ്രപഞ്ചത്തിന്റെ സെന്ററിൽ എന്താണുള്ളത്? സണ്ണാണ്, സൂര്യനാണ്. കിട്ടിയോ? അപ്പൊ ഇവിടെ ആരാണ് മൂഞ്ചിയിലായത്? ടോളമി അല്ലെ? എന്ത് ടോളമിയാണ്? പി ടോളമി അല്ലെ? അങ്ങനെ പറയും. കാരണം അവന്റെ അച്ഛനെ ഓൾറെഡി അറിയാം ഇയാൾ എന്താവുന്നുണ്ട്, ഒരു കാലത്ത് വടിയാവാനുണ്ട് അല്ലെ? അപ്പൊ അന്ന് തന്നെ കളിയാക്കിയാണ്ട് പി ടോളമി, ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതുക, പി ടോളമി ഇത്. കിട്ടിയോ? അങ്ങനെ കോപ്പർനിക്കസിനെ പിന്തുണച്ച് വന്ന ആളാണ് കെപ്ലർ പറഞ്ഞു സൂര്യനാണെന്നുണ്ടെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചിട്ടാണ് ഓരോ സാറ്റലൈറ്റിന്റെയും സ്പീഡ് മനസ്സിലാക്കാൻ കഴിയുക. ദ സ്പീഡ് ഓഫ് ദ സാറ്റലൈറ്റ് അല്ല പ്ലാനറ്റ്. കിട്ടിയോ? സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചിട്ടാണ് മക്കളെ ഒരു ഗ്രഹത്തിന്റെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഗലീലിയോ ഇടയ്ക്കിടയ്ക്ക് ടെലിസ്കോപ്പ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും കാണുന്നുണ്ടോ, നടുവിൽ തന്നെയാണോ സൂര്യൻ അതോ ഭൂമിയാണോ? അങ്ങനെ ടെലിസ്കോപ്പ് വെച്ചിട്ട് റിങ്സ് ഓഫ് സാറ്റേൺ, ശനിയുടെ വലയങ്ങളും മറ്റും കണ്ടുപിടിച്ച മുത്തിന്റെ ചക്കരന്റെ പൊട്ടാണ് ഗലീലി. ഞാൻ അടുത്ത ആളെ നോക്കിക്കോ, ന്യൂട്ടൺ. ആരാ ന്യൂട്ടൺ? കെപ്ലർ ഈ അഭിപ്രായം പറഞ്ഞപ്പോ കെപ്ലറിനെ സപ്പോർട്ട് ചെയ്ത അല്ലെ, തലയിലേക്ക് ആപ്പിൾ വീണ് ഗ്രാവിറ്റി തിയറി അല്ലെ, ഗുരുത്വാകർഷണം കൊണ്ടുവന്നു ആര്? ന്യൂട്ടൺ. ഞാൻ അടുത്ത മേഖല നോക്കിക്കോ, ആയുർവേദത്തിൽ പഠിച്ച എന്താ? രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച്. എന്തിനെ കുറിച്ച്? കോസസ് ഓഫ് ദ ഡിസീസ്, രോഗകാരണങ്ങളെ കുറിച്ച് പഠിച്ചതായോ അറിയോ? പാരാസെൽസസ്. എങ്ങനെ പഠിക്കുക? ഏത് രോഗം നമുക്ക് എന്താ? അതൊരു പാരയാണ്. എന്താണ് പറഞ്ഞാൽ? പാര. അപ്പൊ രോഗകാരണങ്ങളെ കുറിച്ച് പഠിച്ച ആളാണ് ആര്? പാരാസെൽസസ്. കിട്ടിയോ? മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിച്ചതോ? ആൻഡ്രിയസ് വെസാലിയസ്. മനുഷ്യ ശരീരം കീറി മുറിക്കുമ്പോൾ നെയ്യ് കിട്ടും, നമ്മൾ വെസലാന്ന് പറയും അല്ലെ, വെസാലിയസ്. കിട്ടിയോ? വളരെ സിമ്പിൾ ആണ് മക്കളെ. അടുത്ത ഭാഗം നോക്കിക്കോ, മതനവീകരണം. എന്താ മതനവീകരണം? കത്തോലിക്ക ചർച്ച് സെയിൽ ഓഫ് ഇന്റലിജൻസ്, പാപ വിമോചന പത്രിക വിൽക്കാൻ തീരുമാനിച്ചു. എന്ത് വിൽക്കാൻ? ഇത് വിൽക്കാൻ തീരുമാനിച്ചപ്പോഴോ പ്രോത്സാഹിപ്പിക്കാൻ ഒരുത്തം വന്നു, ടെറ്റ്സെൽ. ഓനെ പറയുന്ന പേരാണ് അല്ലെ, ടെറ്റ്സെൽ. നമ്മൾ എന്താ പറയാ, ഒന്ന് കുറച്ച് പറയാ,
ടെസ്റ്റ് അല്ലെ, ടെസ്റ്റ് ടെക്സൽ അല്ലെ. അങ്ങനെ ടെക്സൽ വന്നു, പാവിമോചന പത്രിക ഇട്ടപ്പോ ടെക്സലിനെ എതിർത്ത ആളാണ് ആര്? മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ എന്ത് ചെയ്താ അറിയോ? അവിടെ ഒരു ചർച്ച് ഉണ്ട്. എന്താ ചർച്ചിന്റെ പേര്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാ, ആ ചർച്ചിന്റെ ഉള്ളിൽ ആൾക്കാർ ഇരിക്കും, എന്നിട്ടോ വിറ്റ് പാറി ഒപ്പം ബർഗറും കഴിക്കും. ചർച്ചിന് പേര് കിട്ടി വിറ്റൻബർഗ്. എന്താ പറയാ? വിറ്റൻബർഗ്. വളരെ സിമ്പിൾ ആട്ടോ. ഒട്ടിച്ച വർഷം നോക്കിക്കോ, 1517. SSC എഴുതുന്ന കുട്ടികളെ പറയാം 15 അല്ലെ. 2 വർഷം കൂടിയിരിക്കുന്ന ഒരു തോന്നലുണ്ടാവും, 2 കൊമ്പുള്ള പോലെ അല്ലെ. യെസ്, 17, 1517. സിമ്പിൾ ആവും അല്ലെ. അങ്ങനെ എന്തായി? ഈ മതനവീകരണം 2 രാജ്യത്തേക്ക് വ്യാപിച്ചു, സ്വിറ്റ്സർലാൻഡിലേക്കും ഇംഗ്ലണ്ടിലേക്കും. സ്വിറ്റ്സർലാൻഡ് നേതൃത്വം കൊടുത്ത 2 ആള് കാൽവിനും സിംഗ്ലിയും. എങ്ങനെ പഠിക്കും? സ്വിറ്റ്സർലാൻഡ് ഭയങ്കര തണുപ്പാ, പെരും തണുപ്പാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താവും? കമ്പിളി വതുക്കും. കമ്പിളി വതുക്കുന്ന ഇവിടുന്ന കാൽമെന്നാണ് അല്ലെ. കമ്പിളിന്റെ ഓപ്പോസിറ്റ് സിംഗ്ലി, കാൽമെന്ന് വതുക്കും കാൽവിൻ. വളരെ സിമ്പിൾ ആണ് മക്കളെ. അടുത്ത് നോക്കിക്കോ, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ആരെ നേതൃത്വം കൊടുത്ത? രാജാവാ. രാജാവ് എങ്ങനെയൊക്കെ? ഹെൻറി 8 നിലയിൽ പൊട്ടാത്ത ഹെൻറിയൊക്കെ വരാം. ഹെൻറി 8 കിങ് ഹെൻറി 8. അയാൾ ഉണ്ടാക്കിയ സഭയാണ് ആംഗ്ലിക്കൻ സഭ, പിന്നീട് നാഷണൽ സഭ എന്ന് അറിഞ്ഞു അല്ലെ. ആ പേരിലൊക്കെ അറിയപ്പെട്ടു. വളരെ സിമ്പിൾ ആണ്, ദേശീയ സഭ എന്ന് അറിയപ്പെട്ടു. എങ്ങനെ പഠിക്കുക? ആംഗിൾ. രാജാവ് നടന്നു വരുമ്പോൾ ആംഗിൾ എങ്ങനെ കാരം അല്ലെ, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീശി ഒരു ആംഗിൾ ഇങ്ങനെ റെഡി ആക്കി ഇട്ടേക്കാരം വരിക അല്ലെ. അങ്ങനെ നമുക്ക് എന്താവാ? അത് പഠിക്കുക. പ്രതിമത നവീകരണം. അതായത് ഇപ്പൊ മതനവീകരണം ഉണ്ടായി, കത്തോലിക്ക സഭയോട് പറഞ്ഞു ആൾക്കാരെ പറ്റിക്കരുത് കേട്ടോ അല്ലെ. അപ്പൊ കത്തോലിക്ക സഭ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാ? സ്വയം എന്ത് ചെയ്യാ? നന്നാവാൻ. അപ്പോ ഫോളോവിങ് ദ റിഫോർമേഷൻ ഉണ്ടായപ്പോ കത്തോലിക്ക ചർച്ച് ഡിസൈഡഡ് ടു ടേക്ക് റിഫോംസ് ഇറ്റ് സെൽഫ്. ഒരു സ്വയം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് എന്തായി? തീരുമാനിച്ചു. കിട്ടിയോ? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിമത നവീകരണം. ഇതിന് വേണ്ടിയിട്ട് പോലും ഇറ്റലിയുടെ ട്രെൻഡിലൊക്കെ ഒരുമിച്ചിട്ടോ. കാരണം ഇപ്പൊ അതൊരു ട്രെൻഡാ, തെറ്റുപറ്റി മാറ്റം വരുത്താം അല്ലെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ പല കേസിലും അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇഗ്നേഷ്യസ് ലയോള അല്ലെ, ഇതേപോലത്തെ ഒരാളാണ്. കത്തോലിക്ക ചർച്ചിൽ മാറ്റം വരുത്താൻ ശ്രമിച്ച ആള്. ഇയാൾ എന്തുണ്ടാക്കി? സൊസൈറ്റി ഓഫ് ജീസസ്, യേശുവിനായിട്ടൊരു സഭ ഉണ്ടാക്കി. കത്തോലിക്ക സഭ പോര മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അയാൾ എന്തായി? വേറെ സഭ ഉണ്ടാക്കി. ആ സഭയെ വിളിക്കുന്ന പേരാണ് ചക്കര തങ്കം മണികളെ, മുത്തുമണികളെ എന്നതിന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ജീസസ്. കിട്ടിയോ? ഇതോടുകൂടി നമ്മളെ ചാപ്റ്റർ എന്തായിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല അടിപൊളിയായിട്ട് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും റിവിഷനും ആയിട്ടൊക്കെ എന്താവും നമ്മൾ വരും, ലൈവ് ക്ലാസ്സിൽ വരും. എൻ്റെ മക്കളെല്ലാവരും എന്തുണ്ടാവണം? ലൈവ് ക്ലാസ്സിൽ ഉണ്ടാവണം. നല്ല അടിപൊളിയായിട്ട് തഞ്ചക പുള്ളക്കിന്റെ രോമാഞ്ചക നിമിഷങ്ങളിലൂടെ നിങ്ങളെ ഞാൻ ഹിസ്റ്ററി എന്താവും പഠിപ്പിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.